ഒഴിവാക്കപ്പെടുമ്പോൾ മനസ്സ് നന്നായി വേദനിക്കാറില്ല. ഉണ്ടല്ലേ? പ്രത്യേകിച്ചും നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവർ അല്ലേ, അവർക്ക് നമ്മളെ ഒഴിവാക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിനൊരു സന്തോഷം അല്ലേ, അവരുടെ ആ സന്തോഷം നമുക്ക് എത്രമാത്രം വിഷമം നൽകുന്നതാണ് അല്ലേ. ഏറ്റവും വലിയൊരു വേദന തന്നെയാണ് ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളത്. ചിലപ്പം ഭാര്യ ഭർത്താവിനെ ഒഴിവാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ ഒഴിവാക്കുന്ന രീതിയിൽ. ഇതാണ്, ഈ ഒരു ഒഴിവാക്കലാണ് ഏറ്റവും വേദനയുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലരും ഒന്ന് പറയാറുണ്ട്, പണ്ട് നല്ല സ്നേഹമായിരുന്നു, ഇപ്പോൾ സംസാരിക്കാറില്ല, പുറത്തോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാറില്ല, അധികം വീട്ടിൽ നിൽക്കാറില്ല, മറ്റെന്തിനൊക്കെയോ സന്തോഷങ്ങളിൽ കണ്ടെത്തുന്നു, എല്ലാം തനിയെ, അല്ലെങ്കിൽ പറയും ഇപ്പോൾ എല്ലാം അമ്മയാണ് ചെയ്തു കൊടുക്കുന്നത്, എല്ലാം അമ്മയോട് സംസാരിക്കാറുള്ളൂ, എനിക്ക് പ്രത്യേകിച്ച് സ്ഥാനമൊന്നും തരുന്നില്ല, അമ്മ അതിന്, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ സന്തോഷിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട് അല്ലേ. എന്നോടൊരു ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുമുണ്ട്. അതായത് മരുമകളും മകനും തമ്മിൽ ഇണങ്ങിയിരിക്കുന്നു എന്തെന്നില്ലെന്ന് കാണുമ്പോൾ അതുവരെ ചെയ്തു കൊടുക്കാത്ത കാര്യങ്ങൾ വരെ അങ്ങോട്ട് കയറി ചെന്ന് ചെയ്തു കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം ഇവരെ അപ്പോൾ ഞാൻ ഒറ്റക്കാര്യമാണ് അപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ മകനും മരുമകളും തമ്മിൽ സന്തോഷമായി ജീവിക്കരുത് എന്നാഗ്രഹിക്കുന്ന ഒരു ദുഷ്ട ചിന്താഗതി അമ്മയാണെങ്കിലും ആ സ്ത്രീയുടെ മനസ്സിലില്ല. തീർച്ചയായിട്ടും ഉണ്ട്. അവരും ഒരു മരുമകളായി ജീവിച്ചത്, കുടുംബമാണ്, ഭാര്യയാണ്, ഭർത്താവാണ്, പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെ മുതലെടുക്കുന്ന രീതിയിൽ പെരുമാറുന്നത് ഒരിക്കലും നല്ലതല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽപ്പെടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വേദനയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉള്ളിൽ നിങ്ങൾ കരയുകയായിരിക്കാം, നിന്ന് കത്തുകയായിരിക്കും. കാരണം ഒറ്റപ്പെടൽ, വേറെ ചുറ്റും ആരുമില്ല, ഭർത്താവിൻ്റെ വീട്, ഭർത്താവിൻ്റെ ആളുകളും ആരുമില്ല സഹായത്തിന്. ചിലപ്പോൾ ഒന്ന് വേദന തോന്നി സംസാരിക്കാൻ പോലും, ചിലപ്പോൾ ഒന്ന് ഫോൺ ചെയ്താൽ ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ എടുക്കണമെന്ന്, അങ്ങനെ പോലും വളരെ ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷനായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളിങ്ങനെ ചിന്തിക്കും, നമ്മൾ വേദനിക്കണം, നമ്മളെ ഒറ്റപ്പെടുത്തണം എന്ന് കരുതിയിട്ട് തന്നെയാണ് അയാൾ അല്ലെങ്കിൽ അവൾ എന്നോടങ്ങനെ പെരുമാറില്ല. അപ്പോൾ ഞാൻ ആ ഒരു അവസ്ഥ അനുഭവിക്കുന്നുണ്ട് എന്ന് ഒരിക്കലും മറ്റാരറിഞ്ഞാലും ഈ വീട്ടിലുള്ളവരറിയരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ, നമുക്ക് സന്തോഷം, ആ ഒരു പ്രശ്നം മനസ്സിൽ എവിടെയെങ്കിലും നടന്നോട്ടെ, നമുക്ക് പറ്റുന്നില്ലെങ്കിൽ കിടന്നോട്ടെ, പക്ഷെ നമ്മൾ അപ്പം വേറെ എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് ശ്രദ്ധ മാറ്റണം. ഒന്നുകിൽ പാത്രം കഴുകുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ജോലി, അത് ചെയ്യാം. അല്ലെങ്കിൽ തുണി എടുക്കലോ എന്തെങ്കിലും, ഒന്നുകിൽ വായിക്കുക, എന്തെങ്കിലും നമ്മുടെ മനസ്സൊന്ന് കുറച്ച് നേരത്തേക്ക് മാറണം. കാരണം എന്തൊരു ഫീലിങ്സ് ആദ്യത്തെ കുറച്ച് സമയം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അത് ആ മനസ്സെടുക്കുന്ന ടൈമാണ് പൂക്കള്. അത് കഴിഞ്ഞ് പിന്നീട് കുഴപ്പമില്ല. ആ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധ കൊടുത്താൽ പ്രശ്നവും തകരുന്നു, എല്ലാം മാറുന്നു. നമുക്ക് സമാധാനിക്കും. ഒറ്റപ്പെടുത്തുന്നവർ നാളെ നിങ്ങളെ തേടി തീർച്ചയായിട്ടും എത്തിയിരിക്കും. അല്ലാതെ എവിടെ പോയിട്ടും രക്ഷയില്ല.